കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് കേരളം ആര് ഭരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ട സമയങ്ങളാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി കേരളം ആര് ഭരിക്കും എന്ന് മനസ്സിലാവാൻ സാധിക്കുക. ഇന്ദിരാഭവനിൽ ഇപ്പോൾ വളരെ ആവേശത്തിൽ ജനങ്ങളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ ആവശ്യം വളരെ വലുതാണ്. നമുക്ക് അവരോട് ചോദിക്കാം, കുറച്ച് മണിക്കൂർ ശേഷം എത്ര സീറ്റാണ് UDF ലഭിക്കുക എന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എന്താണ്? ഞങ്ങൾ UDF വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവും. 90-ന് മുകളിൽ സീറ്റുകൾ കിട്ടി UDF അധികാരത്തിൽ വരും. എന്തായാലും UDF ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കും തീർച്ചയായും. UDF കേരളം ഭരിക്കും ഉറപ്പായിട്ട്. ആ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ പാർട്ടി പ്രവർത്തകർ എല്ലാം വളരെ ആവേശത്തിലാണ്. അതെ, വളരെ ആവേശത്തിലാണ് എല്ലാവരും. ഇപ്പോഴത്തെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അറിയാം, പാർട്ടി പ്രവർത്തകർ എല്ലാം പറയുന്നത് വളരെ ആവശ്യത്തിലാണ് UDF ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. ചേട്ടാ നമസ്കാരം. UDF ഏകദേശം എത്ര സീറ്റ് കേരളത്തിൽ പിടിക്കുന്നതാണ് ചേട്ടൻ? റിസൾട്ട് അറിയട്ടെ. എന്നാലും ഏകദേശം ഉദ്ദേശം പറയും. 85-ന് വേണ്ടി പിടിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് പോകുന്നത്? ട്രെൻഡ് നമുക്ക് അനുകൂലമാണ്. UDF ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇപ്പം രമ്യ ഹരിദാസ് ഉണ്ട്. UDF ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും UDF കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോവുകയാണ്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാലോ, കഴിഞ്ഞ ഒരു ലാസ്റ്റ് 10 വർഷക്കാലമായിട്ട് ക്ഷേമ പദ്ധതികൾ ഇല്ലാതെ പോയ കാലഘട്ടമാണ്. അത് ജനങ്ങൾ നമ്മൾ ഭവന സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ പ്രചരണത്തിന് പോകുമ്പോഴൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട്, ആ ക്ഷേമ പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് തിരികെ വേണം, അതിനായിട്ട് കോൺഗ്രസ് വരണം, UDF വരണം എന്ന് പറയുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം എത്ര സീറ്റാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ ഒരു രാവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ 100-ലധികം സീറ്റായിട്ട് UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. UDF നേതാക്കന്മാരെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്ദിരാഭവനിലാണ് ഉള്ളത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ആവേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും UDF ഒരു മുഖ്യമന്ത്രി എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ അബിയുണ്ട്, ജോബിൻ, ഡോക്ടർ അൽ മാത്യു. അബി, എന്താണ് ഈ ട്രെൻഡ് അനുസരിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോ ജോബിൻ പറയും, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എന്തായാലും 90 മോള് സീരിയൽ വിജയിക്കുമെന്ന് ഉറപ്പായി. ആദ്യം പ്രവചിച്ച പോലെ തന്നെ. ഡോക്ടർ അൽ മാത്യു ഉണ്ട്. സാറേ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആദ്യം പറഞ്ഞതനുസരിച്ച് പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം ഇപ്പോൾ കാണാം. കാരണം വെച്ചാൽ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ട്രെൻഡ് ഉണ്ടെങ്കിൽ മാത്രം പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ട്രെൻഡ് മനസ്സിലായി. UDF അനുകൂലമായ ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അത് തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയം തോന്നുന്നു. ഇനി എത്ര വോട്ടിന് ഭൂരിപക്ഷം, എത്ര സീറ്റുകൾ കൂടുതലുണ്ടാവും എന്ന് മാത്രം നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളൂ. UDF പ്രവർത്തകന്മാർ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, UDF പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളും ധാരാളം UDF വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CPM നേതാക്കന്മാർ UDF വരാനുള്ള താല്പര്യം കാണിച്ചത്. ഐഷ പോറ്റിയിലാണ് ആദ്യം തുടങ്ങിയത്. ഐഷ പോറ്റിയെ പോലെ സമ്മതയായ ഒരു രാഷ്ട്രീയ നേതാവ് അവര് CPM-ൽ നിന്ന് രാജിവെച്ച് UDF കോൺഗ്രസിൽ ചേരുകയുണ്ടായി. അലിപ്പറമ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു സെക്രട്ടറിയും ചെയ്യാത്ത കാര്യമാണ് സ്വന്തം ഭാര്യയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹം ഒഴിയുന്ന സീറ്റിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ സന്തത സെക്രട്ടറിയായിരുന്ന സുരേഷ് പുറത്തു വന്ന് കൈപ്പത്തിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. മലമ്പുഴയിലെ ഭൂരിപക്ഷം നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. CPM-ന്റെ PK ശശിയെ പോലെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംഭാവന നൽകിയ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതുപോലെയാണ് നിരവധിയായ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നു. വാസ്തവത്തിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം രാത്രിയിൽ ഇത് പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്ന് പറയുന്ന പാർട്ടി നേതൃത്വമാണ് CPM-നെ ഈ നിലയിൽ എത്തിച്ചത്. ഞങ്ങൾ കൂടുതൽ വിശകലനം പിന്നെ നടത്താം. നിങ്ങൾ എല്ലാവരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്നത് ഒരു വമ്പിച്ച ഭൂരിപക്ഷമാണ്.
ഞാൻ സത്യമായി പറയട്ടെ, പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഒരു വലിയൊരു വിജയമാണ് കിട്ടിയിരിക്കുന്നത്. ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ വിശ്വാസം അത് ശരിക്ക് ഹൃദയത്തെ നിറയിക്കുന്ന ഒരു വാർത്തയാണ്. അതിൻ്റെ ഒപ്പം ജനങ്ങളുടെ ഒരു സ്പഷ്ടമായ സന്ദേശമായിരുന്നു. അവർ തീരുമാനിച്ചു ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമായി, ഒരു ചെറിയ മാറ്റമല്ല, ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു സമയമായി. അതാണ് ഞങ്ങൾ കാണുന്നത്. നമ്മൾ എന്തായാലും ഭരണത്തിൽ വരുമ്പോൾ ഇതിനെ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റുന്ന ഒരു ഭരണമാക്കണമാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. നമ്മൾ ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയുള്ളൂ. പക്ഷെ അവർ വരുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഇത് ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നൊരു സർക്കാരായിരിക്കും. പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഒരു ആന്റി ഇൻകംബൻസിൻ്റെ ഒരു സംശയമില്ല. ജനങ്ങൾ ഈ 10 വർഷക്കാലം കണ്ട ദുർഭരണം, ഈ 10 വർഷക്കാലം കണ്ട ഓരോരോ തെറ്റുകൾ, അഴിമതി, പ്രശ്നങ്ങളൊക്കെ കണ്ട ശേഷം അവർക്ക് ഇതോടെ മതിയായെന്ന് ഞങ്ങൾക്ക് നേരത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. പ്രചരണത്തിലും കണ്ട് സംസാരിച്ചൊരു കാര്യമാണ്.